കാര്യമാണ്. സ്ത്രീകളോട് പറയാണ്ട് സുഹൃത്തുക്കളെ, നിങ്ങൾ ഇവിടെ ഈ ലോകത്തെ ഏറ്റവും അധികം ആദരിക്കേണ്ട, റെസ്പെക്ട് ചെയ്യേണ്ട ഒരു വ്യക്തി എന്നാൽ ഭർത്താവാണ്. ഏറ്റവും ആദരിക്കേണ്ട ഒരാൾ ഭർത്താവാണ്. ആ ആദരവ് അയാൾക്ക് കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു വാചകം ഞാൻ ഇന്ന് കേട്ടു, എനിക്ക് മനോഹരമായി തോന്നി. മനസ്സിലായി? നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ രാജാവാകുമ്പോഴേ നിങ്ങളൊരു രാജ്ഞിയാകുന്നു. ഭാര്യ ഭർത്താവിനെ രാജാവായി കാണുമ്പോൾ അവൾ രാജ്ഞിയാകുന്നു. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ അടിമയായി കാണുമ്പോൾ നിങ്ങൾക്കൊരു അടിമയുടെ ഭാര്യ മാത്രമേ ആകൂ. നിങ്ങളൊരു അടിമയുടെ ഭാര്യ മാത്രമേ ആകൂ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എത്ര വലിയ സ്വർഗത്തേക്ക് ഏതു വാതിലൂടെയും കയറാൻ അല്ലാഹ് അനുവദിച്ച 5 കാര്യങ്ങൾ. ഒന്ന് നിസ്കാരാണ്, ഒന്ന് നോമ്പാണ്, ഒന്ന് അത്താഅത്ത് ബഅലഹാനാണ്, ഭർത്താവിനെ അനുസരിക്കുക എന്നുള്ളതാണ്. എനിക്ക് പലപ്പോഴും പല സഹോദരിമാരും സംശയം ചോദിക്കുമ്പോൾ നമുക്ക് തന്നെ സങ്കടം തോന്നും. അതായത് ഒരു സ്വൈരവും കെടുക്കാതെ ജീവിതത്തിൽ കഷ്ടപ്പെടുത്തുന്ന ചില ആളുകളുണ്ട്. അവരെ ഭാര്യമാർ നമ്മളോട് ചോദിക്കും, അയാളോട് ഞാൻ നല്ല നിലക്ക് പെരുമാറാൻ ചിലപ്പോൾ എനിക്ക് പറ്റൂല, കാരണം അത്രമാത്രം എന്നെ ദ്രോഹിച്ചാണ്. ചിലപ്പോൾ വല്ലാതെയൊക്കെ അടിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ തിരിച്ചു കൊന്നു കൊടുക്കും, അതിനൊക്കെ എനിക്ക് കുറ്റം കിട്ടും, കാരണം ഭർത്താവിന് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ആളോടും ബഹുമാനം കാണിക്കാത്തതിലുള്ള മനസാക്ഷിക്കുത്ത് എത്രയാണ് സുഹൃത്തുക്കളെ. നല്ല സ്ത്രീ ആരാണ്? അള്ളാഹുവിനെ അനുസരിക്കുന്ന ആളാണ്. ഹാഫിലാത്തുൽ ലിൽ ഗൈബ് എന്ന് പറഞ്ഞാലോ ഭർത്താവിനെ അനുസരിക്കുന്ന ആൾ. അള്ളാഹുവിനെ അനുസരിക്കും, ഭർത്താവിനെ അനുസരിക്കും. അവരാണ് നല്ല സ്ത്രീകൾ എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പൊ ആ ബഹുമാനം, ഇപ്പൊ നമ്മൾ ഭർത്താവിനെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാവില്ല. എന്താ? ഏറ്റവും ക്രൂരനായ ഒരു അധ്യാപകൻ ക്ലാസ്സിൽ വന്നാലും കുട്ടികളും അയാളും തമ്മിൽ പ്രശ്നമില്ലാത്തത് എന്തുകൊണ്ടാ? എന്താ പ്രശ്നമില്ലാതിരിക്കാൻ കാരണം? അയാൾ എന്ത് കാട്ടിയാലും കുട്ടികൾ സഹിച്ചങ്ങനെ നിൽക്കും, അതുകൊണ്ട് പ്രശ്നമില്ലാത്ത. കുട്ടികൾക്ക് ഒരു കച്ചറി ഉണ്ടാക്കാൻ പറ്റില്ല, എന്തുണ്ടാക്കാൻ പറ്റും? കുട്ടികൾ എന്താ ചെയ്യുക? ഇപ്പോൾ ഒരു അധ്യാപകൻ, ഹൈസ്കൂൾ അധ്യാപകൻ, അയാൾ വളരെ മോശമായി ക്ലാസ്സിൽ വന്ന് പെരുമാറി ചീത്ത പറഞ്ഞാൽ കേട്ട് നിൽക്കാനേ പറ്റുള്ളൂ. എവിടെ അങ്ങനെ? നിങ്ങളങ്ങനെ കേട്ട് നിൽക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ബഹുമാനം എന്ന് പറയുമ്പോൾ അതിലൊരു ഭാഗമല്ലേ അത്? അങ്ങനെ ആർക്ക് പറ്റുന്നു? ഇതെന്തുകൊണ്ടാണെന്നറിയോ അങ്ങനെ ഒരു ബഹുമാനം കൊടുക്കണം? അവൻ ആരാ എന്ന് ചോദിക്കരുത്. കാരണം എന്തറിയോ? നിങ്ങളുടെ വാപ്പയും ഉമ്മയും നിങ്ങളെ എങ്ങനെ സംരക്ഷിച്ചിരുന്നോ അതിനേക്കാളും സ്നേഹത്തോടെ നിങ്ങളെ സംരക്ഷിക്കുന്നവനാണ് നിങ്ങളുടെ ഭർത്താവ്. അതാണ് അയാൾ ഏറ്റെടുത്ത ചുമതല. അങ്ങനെ അയാൾ ചെയ്യുമ്പോൾ വാപ്പയെ ബഹുമാനിക്കണ്ടേ, ഉമ്മനെ ബഹുമാനിക്കണ്ടേ? അതിനേക്കാളും വലിയ ബഹുമാനം ഭർത്താവിന് കൊടുക്കാൻ ബാധ്യതയുണ്ട് സുഹൃത്തുക്കൾ.